ഹലോ ഗായ്സ്, അപ്പം നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മളെ ചാനലിനെ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. മണി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 3 മണിക്കുള്ള വീഡിയോ ആണ് കേട്ടോ ഇപ്പോൾ എടുക്കുന്നത്. അപ്പോൾ ഞാൻ ദച്ചൂസിനെ കൂട്ടിയിട്ട് വരാം. അപ്പം നമുക്കുള്ള ആ ഒരു ചെറിയൊരു വീഡിയോ ആണ് അല്ലേ. ദച്ചൂസ് അംഗൻവാടിയിലേക്ക് കയറ്റില്ലുമ്പോൾ അവൾ എന്നാ ചെയ്യുന്നതെന്ന് കൂടി നോക്കാം കേട്ടോ. നമുക്ക് കുടയിലാണ്ട് പോകാനാവില്ല, ഭയങ്കര വെയിലാണ്. 3 മണി ആയിട്ടുണ്ട്. 2 ദിവസത്തെ മഴയൊക്കെ കണ്ടപ്പോൾ ഞാൻ വെച്ച് ഭയങ്കര മഴയായിരിക്കും കേട്ടോ. ആ മഴയൊക്കെ മാറി ഇപ്പം നല്ല വെയിലായിട്ടുണ്ട്. എടുത്ത് ഇതാരെ കളിക്കുന്ന ഞാൻ വെച്ച് നീ ഒരു മൂലക്ക് ഇരുന്നിട്ടുണ്ടാവുമെന്ന്. ആമ്പി ഡ്രസ് വാങ്ങണോ? അപ്പം നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഏറ്റവും ദിവസം മുന്നേ ഓടിയിട്ടുണ്ട്. അംഗൻവാടി വരെ നടന്നിട്ട് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഒരു മടുപ്പാണ് കേട്ടോ. കുറച്ച് ദൂരം നടക്കാനുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ മടിയാണ് നടക്കാൻ വേണ്ടിയിട്ട്. അപ്പം വൈകുന്നേരം ആയിട്ടുണ്ട് കേട്ടോ. 6 മണി ആയിട്ടുണ്ട്. ദച്ചൂസ് ഒന്ന് വീണു കേട്ടോ. അപ്പോൾ വീണപ്പോൾ അവളെ കാലിന് ചെറുതായിട്ടേ തോല് പോയിട്ടുള്ളൂ. പക്ഷേങ്കിൽ ഭയങ്കര സീനായിരുന്നു അല്ലേ ദച്ചു? അച്ഛൻ വന്നപ്പോൾ അച്ഛനെ കണ്ട ആവേശത്തിന് ഓടിയതാ. നോക്കുമ്പോൾ ഓടിയതല്ലേ. സന്ധ്യ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊന്ന് വിളക്ക് കത്തിക്കാം. 6 മണി കറക്റ്റ് ആയിട്ടില്ല. 6 മണി കറക്റ്റ് ആകുമ്പോഴാണ് കേട്ടോ നമ്മൾ വിളക്ക് കത്തിക്കൽ. ബാ, മുറ്റത്ത് പോവല്ല, ഇനി ബാ. ഒന്നും അങ്ങനെ മുറ്റത്തേക്ക് ഇറങ്ങാൻ പാടില്ലല്ലോ. അതുകൊണ്ട് കയറാൻ പറഞ്ഞു കഴിഞ്ഞാലാണെങ്കിൽ കയറുമില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വിളിക്കുന്നത്. ദച്ചു നമ്മൾ 5 തിരി ഇട്ടിട്ടാണ് കേട്ടോ വിളക്ക് കത്തിക്കൽ. ചില ആളുകളൊക്കെ 2 തിരി ഇട്ടിട്ട് കത്തിക്കാറുണ്ട്. കാലൊന്നും അങ്ങനെ വെക്കാൻ പാടില്ല. കാലിൽ നേരെ വെക്ക് വിളക്ക് കത്തിക്കുമ്പോൾ. കാല് മുറിഞ്ഞോണ്ടാന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ കാലൊക്കെ നന്നായി വെക്കണം കേട്ടോ. ആ മരുന്ന് അമ്മ വെച്ച് തരും വിളക്ക് കത്തിച്ചിട്ട്. ആ ഉണ്ണിക്കണ്ണൻ, അയ്യപ്പനുണ്ട്,
പിന്നെ ശിവനും പാർവതിയും ഉണ്ട്, പിന്നെ നമ്മളെ മൂകാംബിക ദേവി ഉണ്ട്. ഇത്രയും ഫോട്ടോ ആണ് നമ്മളെ ഇതിലുള്ളത്. രാമ 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 പാഹി മാം രാഘവ മനോഹര മുകുന്ദ രാമ പാഹി മാം. അങ്ങനെ നമ്മൾ നാമം ജപിച്ചതിന് ശേഷം നമ്മൾ അടുക്കളയിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. നമ്മളിന്ന് ചായയൊന്നും കുടിച്ചിട്ടില്ല. പിന്നെ നമ്മൾ മരമൊക്കെ മുറിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അവർ മരമൊക്കെ എടുക്കാൻ വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്കൂടെ ചായ കൊടുക്കണം കേട്ടോ. അപ്പോൾ ഏട്ടൻ പോയിട്ട് ചായൻ്റെ കടിയൊക്കെ വാങ്ങി വന്നിട്ടുണ്ട്. അച്ഛനും അമ്മയൊക്കെ പറമ്പത്താണ് കേട്ടോ ഉള്ളത്, ഏട്ടനൊക്കെ. ഞാനും തെജസ്സും മാത്രമേ വീട്ടിൻ്റെ ഉള്ളിലുള്ളൂ. അപ്പോൾ ആ മരമൊക്കെ പെട്ടെന്ന് തന്നെ എടുത്തിട്ട് ഇങ്ങനെ സൈഡിലോട്ട് വെക്കണം കേട്ടോ. മരം പിന്നെ പറമ്പ് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് JCB വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ വിറകുമൊക്കെ നമ്മളിങ്ങനെ മാറ്റി വെച്ചാലേ നമുക്ക് കത്തിക്കാൻ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ അത് JCB വന്നു കഴിഞ്ഞാൽ മൊത്തം വാരിക്കൊണ്ട് പോവുകയല്ലേ ചെയ്യുക. അപ്പോൾ ഞാൻ ദച്ചൂസിന് ചായൻ്റെ കടി കൊടുത്തിട്ടുണ്ട്. പപ്സാണ് കേട്ടോ. ദച്ചൂസിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം പപ്സ് മുഴുവനായി കഴിക്കാനല്ല, അതിനകത്തുള്ള മുട്ട തിന്നാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം നമ്മൾ ഭക്ഷണമെല്ലാം കഴിച്ച് കഴിഞ്ഞു കേട്ടോ. അപ്പം ഞാൻ വേഗം തന്നെ റൂമിലേക്ക് വന്നിട്ട് കിടക്കയൊക്കെ മുട്ട വിരിച്ചു. അപ്പോൾ ദച്ചൂസ് ഉച്ചയ്ക്ക് ഉറങ്ങാത്തത് കൊണ്ട് തന്നെ ഉറങ്ങണം എന്ന് പറയുന്നുണ്ട്. പിന്നെ അവൾ അച്ഛനൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. അപ്പം നമ്മളെ അമ്പലത്തിൽ നിറമാല തുടങ്ങിയിട്ടുണ്ട് വൃശ്ചിക മാസമായപ്പോൾ. അപ്പോൾ അവിടുന്ന് ഉണ്ണിയപ്പം പായസമൊക്കെ കൊണ്ടുവരും കേട്ടോ. അപ്പോൾ അവൾക്ക് ഉണ്ണിയപ്പം ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ അച്ഛൻ വരുന്നത് വരെ കാത്തു നിൽക്കും കേട്ടോ. അപ്പോൾ അവൾ താഴെയുണ്ട്. അപ്പം ഉറക്കം തൂങ്ങിക്കൊണ്ടാണ് കേട്ടോ നിൽക്കുന്നത്. അപ്പോൾ വന്നപാട് കിടത്തി ഉറക്കാമല്ലോ, അതുകൊണ്ടാണ് ഞാൻ മുട്ടി വിരിക്കുന്നത് പെട്ടെന്ന്. ഒരു നിമിഷം കാണാതിരുന്ന തിരക്കി വരാൻ ആളുകളുണ്ട് കേട്ടോ. അപ്പോൾ കാണാതിരിക്കാനേ പറ്റില്ല, എവിടെയുള്ളതെന്ന് അന്വേഷിച്ച് വന്ന് കണ്ടെത്തും കേട്ടോ. അപ്പോൾ നമ്മൾ റൂമെല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം വെച്ച് വന്നു കഴിഞ്ഞാൽ കിടത്തി ഉറക്കേണ്ട പണി മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ദച്ചൂസ് ഉറങ്ങാൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അല്ലേ ദച്ചു? അല്ലേ? ദച്ചൂസിൻ്റെ അംഗൻവാടിയിലത്തെ കാര്യങ്ങളും. അപ്പം നമ്മൾ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡാൻസ് അമ്മ ഇട്ടിന് യൂട്യൂബിൽ ഇട്ടിന് ഡാൻസ്. ഡാൻസ് ഉണ്ടായിരുന്നു കേട്ടോ, ദച്ചൂസിൻ്റെ ഡാൻസ്. അപ്പം നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതും കൂടെ പറയട്ടെ, എന്നാലും നമുക്ക് കുറച്ചും കൂടെ വീഡിയോസിന് മാറ്റം വരുത്താനുണ്ടെങ്കിൽ ചെയ്യാനാവുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അല്ലേ. അപ്പോൾ ഗുഡ് നൈറ്റ്.
ബൈ. ബൈ കൂട്ടുകാർ